ഇറാൻ സകലവും തെറ്റ് സമ്മതിച്ച് കുമ്പിട്ട് വീണാൽ വേണമെങ്കിൽ പിന്മാറുന്നതിന് അദ്ദേഹത്തിന് പ്രശ്നവുമില്ല ട്രംപ് സാഹിബിന്. പക്ഷേ ഇറാൻ സമ്മതിക്കാത്തടത്തോളം കാലം അമേരിക്കയ്ക്ക് ഇതിനൊന്നും ഊരിപ്പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ തീർക്കുക എന്നുള്ളതാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ട്രൂത്ത് സോഷ്യലിൽ ട്രംപിൻ്റെ ഏറ്റവും അവസാനത്തിൻ്റെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെയാണ്. നാറ്റോ രാജ്യങ്ങൾക്കെതിരെ പറഞ്ഞത്, ഇനി നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങൾ ഇറാനെ തീർത്ത് കഴിഞ്ഞു, അവരുടെ ആർമിയും ഒന്നുമില്ല, പക്ഷേ ഓർത്തിരിക്കണം, ഷുഡ് റിമെമ്പർ ദിസ് എന്ന് നാറ്റോ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങൾ: ഇറാൻ തീർന്നിരിക്കുന്നു, ഇനി നിങ്ങളുടെ സഹായം വേണ്ട, പക്ഷേ നാറ്റോ രാജ്യങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കണം. അപ്പോൾ ഇറാൻ തീർത്തു, ഇറാൻ മൊത്തം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞ് പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. സത്യത്തിൽ ഭയങ്കരമായ ഒറ്റപ്പെട്ടതിൻ്റെ മുഴുവൻ വേദനയൊക്കെ ഉണ്ടെങ്കിലും അമേരിക്കയുടെ മുമ്പിൽ മറ്റ് വഴികളില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. യുദ്ധം തുടങ്ങുമ്പോൾ ഇതിനൊരു ടെററിസ്റ്റ് സ്റ്റേറ്റ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഇറാനെ അഭിസംബോധന ചെയ്തത്. അതിനുശേഷം സമാധാന ചർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പം ഐ ഹാവ് ബീൻ ടോക്കിംഗ് വിത്ത് സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിനെ വീണ്ടും ആ പ്രയോഗം ലുനാറ്റിക് നേഷൻ എന്നാണ് ഇപ്പോഴത്തെ പ്രയോഗം. മാറി വരുന്നത് നോക്കണം. വീണ്ടും പഴയതിലേക്ക് പോവാണ്. ടെററിസ്റ്റ് നേഷൻ എന്ന് വിളിച്ച് അതേ സ്ഥലത്തേക്ക് ട്രംപ് തിരിച്ചു പോകണം, ലുനാറ്റിക് നേഷൻ എന്ന് പറയുകയാണ്. ഇത് അടുത്ത വലിയ യുദ്ധത്തിലേക്കും കരയുദ്ധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നരേന്ദ്രമോദി അതനുസരിച്ചാണ് പാർലമെൻറ്റിൽ സംസാരിച്ചത്. നാളെ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ പ്രിപ്പയർഡ് ആവുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം അതിഭീകരമായൊരു യുദ്ധം വരാൻ പോകുന്നു. ഇറാനെ കരയുദ്ധത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്തി ഇത് തീർക്കുക എന്നുള്ളത് മാത്രമേ ട്രംപിൻ്റെ മുമ്പിൽ വഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള വലിയ ശ്രമങ്ങൾ മറ്റ് രാജ്യങ്ങൾ നടക്കുമ്പോൾ ഇറാൻ ഒരു സൂയിസൈഡ് മോഡലാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾക്കുള്ള ചുങ്കം പിരിവ് അത് ലീഗലാക്കാനായി പാർലമെൻ്ററി കമ്മിറ്റി ഒരു നിയമം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വേറൊരു മോഡലാണ്. നേരത്തെ പറഞ്ഞ ഇറ്റ്സ് ഇൻ എ സൂയിസൈഡ് മിഷൻ. എന്ത് സംഭവിച്ചാലും ഈ രാജ്യം, ഇത്രയും വലിയൊരു രാജ്യത്തെ കരയുദ്ധത്തിൽ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല, ഇത് ഗസയല്ല എന്നുള്ളത് അവർക്കും അറിയാം, അത് അമേരിക്കയ്ക്കും അറിയാം. ഒരു വളരെ യുദ്ധം വരുന്നാൽ വരട്ടെ എന്ന മട്ടിൽ ഇറാൻ ഇത് പ്രിപ്പയർ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ എന്താ ഇനി ബാക്കിയുള്ളത്? ഇനി ആകെയുള്ള ഒരൊറ്റ സാധ്യത കരയുദ്ധത്തിലൂടെയോ വായുവിൽ നിന്നുള്ള അവരുടെ ഹെലികോപ്റ്ററുകളും പ്ലെയിനുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലൂടെയോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിലൂടെയോ ബോംബറുകളിലൂടെയോ ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? ആരുടെ ഭാഗത്ത് ഏത് ആയുധങ്ങൾ എപ്പോൾ തീരും? അതായത് ഇറാൻ്റെ സ്കഡുകളും ഡ്രോണുകളും ഇറാൻ്റെ മിസൈലുകളും ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുമാണോ ആദ്യം തീരുക, അതോ ഈ ആയുധങ്ങളെ തിരിച്ചടിക്കാനുള്ള അമേരിക്കയുടെ ശേഷിയാണോ ആദ്യം തീരുക? ഇതിലാണ് മത്സരം. $35,000 മാത്രം ശേഷി ഉൽപ്പാദന കഴിവുള്ള, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ഡ്രോണുകൾ, അങ്ങനത്തെ ചെറിയ മിസൈലുകൾ, മറുവശത്ത് ഓരോ പ്രാവശ്യവും ഇതിനെ തിരിച്ച് തടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ ഹൈ എൻഡ് ബാലിസ്റ്റിക് മിസൈൽ, ഹൈ എൻഡ് മിസൈലുകൾക്ക് ഏതാണ്ട് അതിൻ്റേതോ 10-20 ഇരട്ടി ചിലവ് വരും. അപ്പോൾ ഇതിലേതാദ്യം തീരും എന്നുള്ളതാണ് യുദ്ധം കളി. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെയല്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ മിസൈലുകൾ ഗൾഫിൽ വീഴുന്നു. UAE-യിൽ 2 പേര് മരിക്കുന്നു. ഇസ്രായേൽ കൂടുതൽ പരിക്കുകൾ ഉണ്ടാകുന്നു. ഇസ്രായേൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നു. നമ്മളത് ആദ്യം കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇറാൻ ഒരു വശത്ത് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇപ്പോഴത്തെ വശത്ത് നാശനഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മിസൈൽ വേധ സംവിധാനങ്ങളുടെ ശേഷി കുറയുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയായിരിക്കണം കരയുദ്ധം തുടങ്ങാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച ആ സമാധാനത്തിൻ്റെ സാധ്യത തീരെയില്ല. ഇറാൻ എന്തായാലും വിട്ടുവീഴ്ചയ്ക്ക് വരാൻ പോകുന്നില്ല. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഈ ബഹളം എല്ലാം കഴിഞ്ഞ്, ട്രംപിന് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കക്ഷിയല്ല, എന്തും പറയും. ഞാനും ഖമനേയും കൂടെ ചേർന്ന് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാം എന്ന് വരെ ഇദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും പറയും, എന്ത് വേണമെങ്കിലും ചെയ്യും. 2 ദിവസം മുമ്പ് പറഞ്ഞു ഒരു വളരെ വലിയ സമ്മാനം എനിക്ക് എല്ലാവരും ചേർന്ന് തന്നിട്ടുണ്ട്. അതെന്ത് സമ്മാനം എല്ലാവരും ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ട്വീറ്റ് വരുന്നത്, ഇവന്മാരെ ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു, നശിപ്പിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സോ അയാൾക്ക് എന്തും പറയാം, അയാൾക്ക് എന്തും ചെയ്യാം. ഒന്നുകിൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതിലേക്ക് ലോകം മൊത്തം തിരിഞ്ഞു കഴിഞ്ഞു. ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യുമോ എന്നുള്ളതല്ല, അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യുമോ, നടക്കുമോ, അതോ ഒരു കരയുദ്ധം ഉണ്ടാകുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി 28 ആവർത്തിക്കാൻ പോവുകയാണ്. സമാധാനത്തിൻ്റെ വിൻഡോ അടയുകയാണ്. അല്ലെങ്കിൽ തന്നെ 2 ദിവസമേ ഉള്ളൂ, നമ്മൾ ഈ പറഞ്ഞ 5 ദിവസത്തിന് ഇന്നുകൂടെ ചേർത്ത്. അവിടെ വരെ പോലും കാത്തു നിൽക്കില്ല. ഒരു പക്ഷേ ഇന്ന് രാത്രി അടുത്ത യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. ലോകം മുഴുവൻ അതിന് തയ്യാറെടുക്കുകയാണ്.